കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്നും നാളെയും വീണ്ടും കഴിഞ്ഞ ദിവസം നാം എടുത്തതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, 2, 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ വിഷയം ഒന്ന് ചിന്തിക്കാം. നമുക്ക് അതിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യവും 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും നമുക്ക് ഒന്ന് വായിക്കാം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. 2:15 യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. 3:23 ഒന്ന് വായിക്കാമോ? അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അത്ര മതി. നാം ഇവിടെ കണ്ടത് മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്താണ്, സൃഷ്ടിയുടെ പർപ്പസ് എന്താണ് എന്നുള്ള വിഷയമാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആദ്യത്തെ അധ്യായത്തിൽ വളരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള മനുഷ്യന്റെ ജീവിത ലക്ഷ്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ജീവിത ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്ത് കുറച്ചുകൂടി അവന്റെ സ്പെസിഫിക് പ്രവർത്തന ശൃംഖല മേഖല ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായി വന്ന ആദാമും ഹവ്വായും എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ദൈവം ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ ആകാശത്തുള്ള പർവ്വത മത്സ്യത്തിന്മേലും മൃഗങ്ങളെ സർവ്വഭൂമിയിന്മേലും മത്സ്യത്തിന്മേലും പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിലെ ഇടജാതികളുടെ മേലും വാഴട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഷയം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാനാണ്, റെയിൻ ചെയ്യുവാനാണ്. വാഴുന്നത് രാജാക്കന്മാരാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭിക്ഷക്കാരും വാഴാറില്ല, രാജാവാണ് വാഴുന്നത്, രാജാക്കന്മാരാണ് വാഴുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെ മേലും, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല ജീവജാലങ്ങളുടെ മേലും പ്ലസ് ഭൂമിയുടെ മേലും വാഴുക എന്ന കൽപ്പന ദൈവം കൊടുത്തു. വീണ്ടും മനുഷ്യന്റെ ഉദ്ദേശം, അടുത്ത വാക്യം, അതിനടുത്ത വാക്യം പറയുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ആണും പെണ്ണുമായി ഏദൻ തോട്ടത്തിൽ വെച്ച് അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് പിന്നെ പറഞ്ഞതാണ്, ഏദൻ തോട്ടത്തിൽ വെച്ച് പുറത്താകുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ഉടൻ തന്നെ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ദൈവം അവരോട് പറഞ്ഞു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകണം, എന്നിട്ട് ഇവിടെ മുഴുവൻ നിറയണം, ഭൂമി മുഴുവൻ നിറയണം. നിറഞ്ഞ ഏദൻ തോട്ടമല്ല കേട്ടോ, ഏദൻ തോട്ടം അടുത്ത അധ്യായത്തിലേക്ക് വരുന്നുള്ളൂ. ഭൂമി മുഴുവൻ നിങ്ങൾ നിറയണം, നിറഞ്ഞ് അതിനെ അടക്കി വാഴണം. ഇതാ ദൈവം പറഞ്ഞത്. വാസ്തവത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയ ഉടൻ തന്നെ, നിർമ്മിച്ച സൃഷ്ടിപ്പിന്റെ ഉടൻ തന്നെ മനുഷ്യൻ സന്താന പുഷ്ടിയുള്ളവരാകുവാൻ ദൈവം കൽപ്പന കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിച്ച് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ, ധാരാളം വർഷങ്ങൾ ആദമും ഹൗവയും ഏദൻ തോട്ടത്തിൽ, ഒരുപക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഏദൻ തോട്ടത്തിൽ വസിച്ചു കാണും. പിന്നീടായിരിക്കാം പൈശാചികൻ വന്ന് ചതിയിൽ അകപ്പെടുത്തി അവനിൽ നിന്ന് ഒരു ആധാരം ഒപ്പിട്ട് വാങ്ങുന്നത്, ഭൂമിയുടെ മേലടക്കി വാഴുവാനുള്ള ആധാരം ഒപ്പിട്ട് വാങ്ങുന്നത്. ആദാം ഒപ്പിട്ടങ്ങ് കൊടുത്തു. നമുക്ക് ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ എടുത്ത ശേഷം അടുത്ത ചാപ്റ്ററിൽ പൈശാചികൻ ചതിയുമായി വരുന്നത് കൊണ്ട് നമുക്കൊരു തോന്നലുണ്ട്, ആദ്യം സൃഷ്ടിച്ചുടനെ തന്നെ അടുത്ത ദിവസം ചതിയിൽ അകപ്പെട്ടു എന്ന്. അല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള സംഭവങ്ങളാണ്. അത് പെട്ടെന്ന് കഥാരൂപേണ നാം അറിയത്തക്ക നിലയിൽ, അറിയേണ്ട വിധത്തിൽ ദൈവം അവിടെ പരിശുദ്ധാത്മാവിനാൽ വിരചിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദാമിനും ഹൗവയ്ക്കും ഒരുപാട് മക്കളുണ്ടായി എന്ന് വരാം. നമുക്കത് അനുമാനമാ, ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ബൈബിളിലെ വാക്യത്തിനനുസരിച്ച്. കാരണം ദൈവം അതിന് അത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എങ്ങനെ നിറയുവാനാണെന്നറിയാമോ? അവൻ മരണം അനുഭവിക്കുവാനല്ല, മനുഷ്യൻ മരിക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇവിടെ പാപമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാനല്ല, മരണമില്ലാത്തവനായിട്ട്, ചിരഞ്ജീവിയായിട്ട് അവൻ എന്നും എന്നാളും അവനും അവന്റെ സന്തതിയും ഭൂമി മുഴുവൻ നിറഞ്ഞ്, സ്വർഗരാജ്യം പോലെയുള്ള ഭൂമി മുഴുവൻ നിറഞ്ഞ് ആദമും അവന്റെ സന്തതി പരമ്പരയും ഭൂമി മുഴുവൻ അടക്കി വാണ് മുൻപോട്ട് നിത്യത പോലെ കഴിഞ്ഞ് മുൻപോട്ട് പോകുവാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകും, ആദാമിന്റെ സന്തതി പരമ്പരകൾ എവിടെയെന്ന്. വേദപുസ്തകം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് അനുമാനമാണ് വേദപുസ്തകത്തിലെ വാക്യത്തിൽ നിന്ന്. ആദാമിന്റെ ആ സന്തതി പരമ്പര, പാപം ചെയ്യുന്നതിന് മുമ്പ് ജനിച്ച സന്തതികൾ എവിടെയെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. നമുക്കിതിനെല്ലാത്തിനും ഉത്തരമില്ല. ദൈവം അറിയേണ്ട കാര്യം നമുക്ക് അറിയിപ്പിച്ച് തന്നിട്ടുണ്ട്. രണ്ട്, ആദ്യത്തെ അധ്യായത്തിൽ ആദാം എന്ന് എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഹ്യൂമാനിറ്റി, മനുഷ്യവർഗം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമാണ്.
എന്നാൽ രണ്ടാമത്തെ അധ്യായം മുതൽ ആദാം എന്ന വാക്കിന്റെ അർത്ഥം അവൻ മണ്ണിൽ നിന്നുള്ളവൻ, ചുവന്നവൻ എന്ന് ആദാമിന്റെ പേഴ്സണൽ നെയിമായിട്ടാണ് രണ്ടാം അധ്യായം മുതൽ ആദാം എന്ന വാക്കിന് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ഹ്യൂമാനിറ്റി, മനുഷ്യവർഗം എന്നുള്ള നിലയിലാണ് ആദാം എന്ന വാക്കിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. എനിവേ, മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ആദാമിനെ സൃഷ്ടിച്ചത് അവനും അവന്റെ സന്തതികളും രോഗമില്ലാത്തവരായി, ദുഃഖമില്ലാത്തവരായി, പാപമില്ലാത്തവരായി, മരണമില്ലാത്തവരായി, നന്മകൾ മാത്രം അനുഭവിക്കുന്നവരായി, അനുഗ്രഹം മാത്രം അനുഭവിക്കുന്നവരായി, അധികാരമുള്ളവരായി, ശക്തിയുള്ളവരായി, ഈ ഭൂമിമേലും ഭൂമിയിലുള്ള ചരാചരങ്ങളുടെ മേലും വാഴുവാൻ, അവന് എൻജോയ് ചെയ്യുവാൻ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യന് ദൈവത്തിന്റെ പർപ്പസ് ദൈവം നൽകിക്കൊടുത്തു. ഞാൻ മുൻപോട്ട് ഇവിടേക്ക് നമുക്ക് വീണ്ടും തിരികെ വരാം. അടുത്ത 2:15 പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. ഇനി ഇപ്പോൾ ഒരു ഏദൻ തോട്ടം ദൈവം നട്ടുണ്ടാക്കി, ഒരു വലിയ തോട്ടം നട്ടുണ്ടാക്കി. ഇന്നത്തെ ഇറാഖ്, സൗദി അറേബ്യ, ഇറാന്, സിറിയ, ലബനോന് ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്താണെന്ന് പറയപ്പെടുന്നു. ഏദൻ തോട്ടം ദൈവം നട്ടുണ്ടാക്കിയിട്ട് മനുഷ്യനെ അവന്റെ വാസസ്ഥലമാക്കി, അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. പുരുഷനെയും സ്ത്രീയെയും ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കിയ ശേഷം അവർക്ക് അവിടെ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. ടു ഡ്രസ് ഇറ്റ് ആൻഡ് ടു കീപ് ഇറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. ടു ഡ്രസ് ഇറ്റ് ആൻഡ് ടു കീപ് ഇറ്റ്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ ഉദാഹരണം എന്താണ്? ഒരു വൈറ്റ് ഫാമിലി, ഒരു അമേരിക്കൻ ഫാമിലി, ഒരു കുഞ്ഞുണ്ടായാൽ അവരുടെ വീട് മുഴുവൻ അലങ്കരിക്കും. ആ വീട് എന്ന് പറയുന്ന ഭൂമി മുഴുവൻ ദൈവം അങ്ങ് അലങ്കരിച്ച് പറഞ്ഞു, ഇവിടെ മുഴുവൻ നിങ്ങളുടെ അധികാര പരിധിയിലാണ്, നിങ്ങൾ ഇവിടെ വാണു എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിന്റെ മുറി പ്രത്യേകമായിട്ടങ്ങ് അലങ്കരിച്ചു. ആമേൻ. കാരണം ഇവിടെ ആദാമിന്റെ ഹവ്വായുടെയും വാസസ്ഥലം, ഹെഡ്ക്വാർട്ടേഴ്സ് ആകുന്ന ഏദൻ തോട്ടം പ്രത്യേകമായിട്ടങ്ങ് അലങ്കരിച്ച് അവരുടെ വാസസ്ഥലമാക്കി അതിനെ വെച്ചിട്ട് അതിനെ ഡ്രസ് ചെയ്യുവാനും കീപ്പ് ചെയ്യുവാനും അതിനെ പരിപാലിച്ച് വേല ചെയ്യുവാനും മനുഷ്യനെ ദൈവം അവിടെ ആക്കി. അവരുടെ ജീവിത ലക്ഷ്യം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു ഡ്രസ് ചെയ്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മള് ടർക്കിയൊക്കെ ഡ്രസ് ചെയ്യത്തില്ലേ, അതിന് വേണ്ടുന്ന ചേരുമ്പകളൊക്കെ ചേർത്ത്, ഹെർബ്സ് ഒക്കെ ചേർത്ത്, വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൂടുതൽ ടേസ്റ്റ് വരത്തക്കവണ്ണം അത് നമ്മൾ ചെയ്ത് ഡ്രസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ കിടന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് വേർക്കുവാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ആദാമേ, ഹവ്വയെ, നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് ആ സത്യങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് കായ്കടികളൊക്കെ പറിച്ച് തിന്ന് വെള്ളമൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കൂടി ഒന്ന് ചിത്രശലഭം പാറി പറന്ന് നടക്കുന്നത് പോലെ ആ പുഷ്പങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിന്റെയൊക്കെ സുഗന്ധം അനുഭവിച്ച് അതിന്റെ നയനമനോഹരമായ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ അതിൽ കൂടി നടക്കുക.
അതിന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പുഷ്പിക്കുന്ന ഒരു പ്ലാന്റ് എടുത്ത് അവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് നാട്ടണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളുക. ബേസിക്കലി കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ സൃഷ്ടിച്ചത് മുഴുവൻ നിങ്ങൾ രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ഇതിനാണ് ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കിയത്. നമുക്കറിയാം, നാട്ടിലൊക്കെയും പലപ്പോഴും പ്രത്യേകിച്ച് ഇവിടെ കൊണ്ട് ഒരു പരിധി വരെയും നല്ല കൃഷി ചെയ്യുന്നവരൊക്കെയും അവര് വെളുപ്പിന് എഴുന്നേറ്റ് അവര് നട്ടുണ്ടാക്കിയ കൃഷിയുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് എല്ലാം ഒന്ന് നടന്ന് അതങ്ങോട്ടൊന്ന് മാറ്റി, ഈ ഇല ഇങ്ങോട്ടൊന്ന് മാറ്റി, ഒരു വേലി കൊണ്ട് അതിച്ചിരി അങ്ങോട്ടൊന്ന് ചരിച്ചു വെച്ച് ഒരു ചെറിയ കമ്പെടുത്തത് ഒരു കയറുകൊണ്ടൊന്ന് കെട്ടി ചെടിയുമായിട്ട് ചേർത്ത് ബന്ധിച്ചു വെച്ച് അതിനെ ഒന്ന് നേരെ നിർത്തി. അവർക്ക് പലപ്പോഴും ഓരോ ചെടിയിലും ഓരോ ദിവസവും ഒരു ഇലയും കൂടെ കൂടുതൽ വളർന്നുവെന്ന് അവർക്കറിയാം. ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം that is their passion, that gives them joy. അവരവിടെ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പോലും അതാ. അവരാ തോട്ടം ആസ്വദിക്കുക, അവർ നട്ടു വളർത്തിയ തോട്ടം ആസ്വദിക്കുക. വിയർപ്പ് കൂടാതെ, വേദന കൂടാതെ ഞാൻ നട്ടു വളർത്തിയ സകലതും നീ ഇറങ്ങി നടന്ന് 7 days 24 hours നീ ആസ്വദിച്ച് അത് അനുഭവിച്ച് സന്തോഷിക്കുവാൻ ആദാമിനെയും ഹവ്വയെയും ഹെഡ്ക്വാർട്ടേഴ്സിലാക്കി, ഏദൻ തോട്ടത്തിലാക്കി. ഇതാ ദൈവം ചെയ്തത്. ഇനി ഞാൻ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കൂടെ കടന്നു പോകാം. ആദ്യം നാം വായിച്ചു 1:26 മുതൽ 28 വരെ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുകയും എന്ന് അവരോട് കൽപ്പിച്ചു. ഇതിന്മേലൊക്കെ വാഴാനായിട്ട് കൽപ്പിച്ചു. അപ്പോ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഹാവ് ഡൊമീനിയൻ ഓവർ ദം. വാഴുവൽ, രാജാക്കന്മാരെ പോലെ ഹാവ് ഡൊമീനിയൻ, നിങ്ങൾ വാഴണമെന്ന്. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ രാജാവ് ഡൊമീനിയൻ എടുക്കുന്നു, വാഴുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാജാവിന് അതോറിറ്റി, അധികാരവുമുണ്ട്, പവറുമുണ്ട്. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ അധികാരം പ്ലസ് പവർ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഡൊമീനിയൻ. ഞാൻ പുതിയ നിയമത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ പുതിയ നിയമത്തിലേക്ക് ഒരു യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഈ വാക്യത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വരെ എത്തണം. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ അധികാരം, അധികം ശക്തി, അതോറിറ്റി പ്ലസ് പവർ. ഒരു രാജാവിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാജാവിന്റെ ആ പൊസിഷൻ മൂലമാണ് അധികാരമുള്ളത്, അല്ലെ? രാജാവ് എന്ന ആ പൊസിഷൻ ഉള്ളത് കൊണ്ട് രാജാവിന് അധികാരമുണ്ട്. രാജാവിന്റെ കീഴിൽ ഒരു വലിയ സൈന്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ വിരൽത്തുമ്പിൽ ഒരു സൈന്യമുള്ളത് കൊണ്ട് രാജാവിന് പവറുണ്ട്. അധികാരം രാജാവിന്റെ പൊസിഷൻ മൂലവും പവർ രാജാവിന്റെ വിരൽത്തുമ്പിൽ ഏത് ആജ്ഞയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു സൈന്യമുള്ളത് കൊണ്ട് അവർക്ക് പവറുമുണ്ട്, രാജാക്കന്മാർക്ക് പവറുമുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൊടുത്തിരിക്കുക. ആദാമിനും ഹവ്വയ്ക്കും ഈ അതോറിറ്റിയും പവറും കൊടുത്തിരിക്കുക. എന്താണെന്നറിയുമോ? അതോറിറ്റി സൃഷ്ടിയുടെ
നെറുകയിൽ നിൽക്കുന്ന മകുടോദാഹരണമാണ് ആദാമും ഹവ്വയും. സമുദ്രത്തിലെ മത്സ്യത്തെക്കാളും ഉന്നതിയിലാണ് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. ഭൂമിയിൽ എഴുതുന്ന ഇഴജാതികളെക്കാളും മറ്റ് മൃഗജാലങ്ങളെക്കാളും ഔന്നത്യത്തിലാണ് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. ആകാശത്തിലെ പറവജാതികളെക്കാൾ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി ദൈവം തന്റെ കൈകൾ കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് അവന് ആകൃതി വരുത്തിയ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. അവന്റെ ജീവിതത്തിനൊരു ലക്ഷ്യം പറഞ്ഞു. ഇതൊന്നും മറ്റുള്ളവരുടെ കേസിൽ പറഞ്ഞില്ല. എന്നിട്ട് അവനെ ഏതൻ തോട്ടത്തിൽ കൊണ്ട് ആക്കി അവിടെ വാഴാൻ പറഞ്ഞു. അവനെ രാജാവാക്കി. ബിക്കോസ് ഓഫ് ഹിസ് പൊസിഷൻ ഹി ഹാസ് അതോറിറ്റി. അവന് ഈ ഭൂമിമേൽ ഇപ്പൊ അധികാരമുണ്ട്. ആദാമിന്റെ നാവിന്റെ തുമ്പത്താണ് ഭൂമിയിലുള്ള സകല ചലനങ്ങളും ഇന്നിരിക്കുന്നത്. 2, നമ്മൾ 1-ാം അധ്യായം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം മനുഷ്യന്റെ സേവകാത്മാക്കളല്ലയോ എന്ന്. 7-ാം വാക്യത്തിലോ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലോ. അപ്പോൾ ഒരു വലിയ സൈന്യം ദൈവദൂതന്മാര് ആദാമിന്റെ നാവിന്റെ തുമ്പിൽ നിന്ന് പൊഴിയുന്ന കൽപ്പന കാതോർത്തിരിക്കുകയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ ആദാമിന് പവറുമായി, അതോറിറ്റി ആൻഡ് പവർ. ആദാമിന് അതോറിറ്റിയും പവറും കൊടുത്തത് കൊണ്ട് ദൈവം വാസ്തവത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഡൊമീനിയൻ, അതോറിറ്റിയും പവറും ദൈവം ആ ഏരിയയിൽ നിന്ന് ഒന്ന് പിൻവലിച്ചു. അല്ലെങ്കിൽ ദൈവം തന്നെത്താൻ ലിമിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദാമിനെയും ഹവ്വായെയും ഈ ഭൂമി അങ്ങ് ഏൽപ്പിച്ചു. ദൈവം വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇതിന്മേൽ വാഴുവാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ദൈവം തന്റെ അതോറിറ്റിയും പവറും ആ ഭൂമിയുടെ മേൽ നിന്ന് ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത ശേഷം ഒന്ന് മാറി നിന്നു. ഞാനത് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഞാൻ 2 വർഷം മുമ്പ് നാട്ടിൽ പോയി. ബാംഗ്ലൂര് കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോ എന്റെ ഇളയ മകള് റേച്ചില് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഡാഡി ഞാൻ ഓൺലൈനിൽ നിന്ന് ഇന്നത് വാങ്ങിച്ചോട്ടെ, ഇന്നത് വാങ്ങിക്കട്ടെ, ഓൺലൈനിൽ കയറി ഞാൻ ഇത് വാങ്ങിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്കറിയാമോ ഞാൻ എന്താ പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞു, ആസ്ക് യുവർ മമ്മി. അമ്മ അവിടെ ഉണ്ട്, അമ്മയോട് ചോദിച്ചിട്ട്. എനിക്ക് പവർ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അതിന് തീരുമാനിക്കുവാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടല്ല. ഞാന് ആ പവറും അതോറിറ്റിയും എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടാണ് പോയത്. എന്നോട് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ദിവസവും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം. ഞാൻ പറഞ്ഞു മമ്മിയോട് ചോദിച്ചേ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ മമ്മി പറയുന്ന പോലെ ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നെന്തോ പറയേണ്ടത്, ഞാൻ അവിടെ ഇരുന്നെന്താ പറയേണ്ടത് എന്ന് പറയുന്നത് പോലെ ആദാമിനും ഹവ്വയ്ക്കും ദൈവം തന്റെ അതോറിറ്റിയും പവറും കൊടുത്തു. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 89-ാം സങ്കീർത്തനം 34-ാം വാക്യം ഒന്ന് എടുക്കാമോ? അതൊന്ന് വായിക്കാമോ? 89-ന്റെ 34 സങ്കീർത്തനം. 89:34. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അതെ അല്ലേ? ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കിന്, അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കാണല്ലോ, വാക്കിന് ഞാൻ ഭേദം വരുത്തത്തില്ലെന്ന്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു വാക്യമാണിത്. ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണാൽ, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ
പിന്നെ അതിന് വ്യത്യാസമില്ല, പിന്നെ അതിന് മാറ്റമില്ല, അതിന് അവൻ ഭേദം വരുത്തത്തില്ല. കാരണം നമ്മളെപ്പോലല്ലോ ദൈവം. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും വാക്ക് മാറ്റാറുണ്ട്. നമ്മളൊക്കെ കഴിയുന്നത്രയും വാക്ക് പാലിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും 100% നമ്മളെ കൊണ്ട് നടന്നെന്ന് വരികയില്ല. നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെയും ചിലപ്പം വാക്ക് മാറ്റിയെന്ന് വരും. കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അത്രയും പവർ ഇല്ല. കാരണം നമ്മൾ മാറ്റി പറയും. നമ്മൾ മാറ്റി പറയുവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചെന്നാൽ ഉടനെ തന്നെ എഴുതി സൈൻ ചെയ്യേണ്ടി വരുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ എവിടെ പോയാലും നമ്മൾ എഴുതി ഞാനങ്ങ് വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. നമ്മൾ എഴുതി സൈൻ ചെയ്യണം. കാരണം നമ്മൾ വാക്ക് മാറ്റി പറയുന്നവരാണ്, നമ്മൾ മനുഷ്യരായതുകൊണ്ട്. എന്നാൽ ദൈവം തന്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ദൈവമാണ്, സർവജ്ഞാനി ആയതുകൊണ്ട് അവന് തിരുത്തി പറയേണ്ട, എന്റെ വായിൽ നിന്ന് ഒരു അബദ്ധം വീണുപോയതാണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറയേണ്ട ആവശ്യം ദൈവത്തിനില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വീണാൽ അത് എഴുതി സൈൻ ചെയ്യുന്നതിന് തത്തുല്യമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് എന്തൊരു വാക്ക് വീണാൽ പിന്നെ അതിന് മാറ്റമില്ല. അത് അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ദൈവം മനുഷ്യനല്ല. God is no respecter of person. ദൈവം മനുഷ്യനല്ല, അവൻ വാക്ക് മാറ്റി പറയുവാൻ. അത് നാം ലീഗൽ ഡോക്യുമെന്റ് എഴുതി സൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ദൈവം പറഞ്ഞു പോയാൽ അത് ലീഗലി ബൈൻഡിങ് അപ്പോൺ ഗോഡ്. ദൈവത്തിന് പിന്നെ അത് ചെയ്തേ പറ്റൂ. കാരണം ദൈവത്തിന് അബദ്ധം പറ്റുന്നില്ല. അബദ്ധ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വരുന്നില്ല. അവൻ പറയുന്നത് അപ്പോൾ ലീഗലി ബൈൻഡിങ് ആണ്. ഞാൻ പറഞ്ഞത് ഏതാണെന്നറിയാമോ? ദൈവത്തിന്റെ വാക്ക്, യേശുവിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക്. ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വാക്കുകൾ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞാൽ അത് ദൈവം എഴുതി കഴിഞ്ഞ അതിന്റെ അടിയിൽ സൈൻ ചെയ്തതിന് തത്തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മുഴുവനും ഈ അഖിലാണ്ടം മുഴുവൻ തകർന്നു പോയാലും ആകാശം ചുരുൾ പോലെ മാറിപ്പോയാൽ പോലും ആ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ലെന്നർത്ഥം. അവന്റെ അടിപ്പണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനിയും ഒരു കാലത്തും മാറത്തില്ല. ദൈവം പറയത്തില്ല ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാ, അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് ദൈവം പറയത്തില്ല. ദൈവത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ, യേശുവിന്റെ വായിൽ നിന്നൊരു വാക്ക് വീണു പോയാൽ that's legally binding upon him and he is responsible for that word. ദൈവത്തിന്റെ സകല പിന്തുണയും പിന്നെ ആ വാക്കിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വേദപുസ്തകത്തിലുള്ള സകലതും നമുക്ക് അപ്പാടെ വിശ്വസിക്കാം. നമുക്കിനി നമ്മെ തന്നെ വിശ്വാസമില്ലെങ്കിലും നമുക്ക് ഈ വേദപുസ്തകത്തിലുള്ള വാക്ക് വിശ്വസിക്കാം. സൂര്യൻ ഇവിടെ നിന്ന് മാറിപ്പോയാലും, ചന്ദ്രൻ മാറിപ്പോയാലും, ഭൂമി നിന്ന് പോയാലും, ഭൂമിയിൽ നമ്മൾ ഒരു വ്യക്തി മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ദൈവം പറഞ്ഞ വാക്ക് പിന്നെ മാറ്റത്തില്ല. അത് ആപ്ലിക്കബിളാണ് എല്ലാവർക്കും. ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും. ഇവിടെ നമ്മുടെ കഥയിലേക്ക് വന്നാൽ ആദാമും ഹവ്വയും ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഇവരുടെ മേൽ വാഴുവീൻ, അതോറിറ്റിയും പവറും ഉപയോഗിച്ച്, സകല ഡൊമീനിയനും ഉപയോഗിച്ച് ഇവരുടെ മേൽ വാഴുവീൻ എന്ന് ദൈവം പറഞ്ഞു. വാഴണമെന്ന്. ഹാവ് ഡൊമീനിയൻ അപ്പോൺ ദം. വായിൽ നിന്ന് ദൈവം പറഞ്ഞു. അബദ്ധം പറ്റിയതല്ല കേട്ടോ ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് വീണത്. That's a legally binding contract.
ദൈവം പറഞ്ഞു. ദൈവം പിന്നെ അത് നീ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കത്തില്ല. വേദപുസ്തകത്തിൽ എങ്ങും കണ്ടില്ല, ഞാൻ കാണുന്നില്ല ഞാൻ ആദാമിനോട് പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ ഇങ്ങനെ തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ ദൈവം പറഞ്ഞില്ല. പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കിന് വിലയില്ലാതാകും. പിന്നെ ഈ വേദപുസ്തകത്തിലുള്ള ഈ ക്രിയേഷൻ പിന്നെ നിലനിൽക്കില്ല. കാരണം അവന്റെ വാക്കിനാലാണ് അവനിതെല്ലാം സൃഷ്ടിച്ചത്. പിന്നെ ഒരു സൃഷ്ടിക്കും പിന്നെ നിലനിൽപ്പില്ല. കാരണം വാക്കിനാലാണ് അവനിതെല്ലാം സൃഷ്ടിച്ചത്. ആ വാക്കിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, ആ വാക്കിന്റെ ലോയൽറ്റി, ആ വാക്കിന്റെ ട്രൂത്ത്ഫുൾനെസ്, അത് തകർന്നു പോയാൽ പിന്നെ ദൈവം സൃഷ്ടിച്ച യാതൊരു സൃഷ്ടിക്കും പിന്നെ നിലനിൽപ്പില്ലാതെ വരും. ദൈവത്തിന്റെ വാക്ക് പിന്നെ മാറത്തില്ല. ആമേൻ. നമുക്കതുകൊണ്ട് അതിൽ പൂർണ്ണ ആശ്രയം വെക്കാം. ആദാമിനെ ഹവ്വയെയും പിശാച് ചതിച്ചു. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരത്തിലേക്കാണ് ഇപ്പം വരുന്നത്. എന്നാ പിന്നെ ദൈവത്തിന് ഇതെല്ലാം അങ്ങ് തകർത്ത്, എല്ലാം അങ്ങ് തീർത്ത്, പിശാചിനെയും തകർത്ത്, ആദമിനെയും ഹവ്വയെയും തകർത്ത്, അല്ലെങ്കിൽ ഇവരെ എല്ലാം തകർത്ത് ഒരു പുതിയ സൃഷ്ടി അങ്ങ് തുടങ്ങിയാ പോരായിരുന്നോ? അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തിനാ പോയത്? ഈ വയ്യാവേലിയൊക്കെ എടുത്ത് എന്തിനാ ഈ വയ്യാവേലിക്കൊക്കെ പോയത്? ആദാമിനെ ഹവ്വയെ അതോടുകൂടി അങ്ങ് തീർത്താ പോരായിരുന്നോ? ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി അടക്കി വാഴാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വാഴാനാ സൃഷ്ടിച്ചത്. മരിക്കാനല്ല സൃഷ്ടിച്ചത്, പ്രശ്നമുണ്ടാവാനല്ല സൃഷ്ടിച്ചത്. ദൈവത്തോട് കൂടെ നിത്യതയോളം വാഴാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ വായിൽ നിന്ന് വാക്ക് വീണുപോയി. അതോറിറ്റിയും പവറും ആദാമിന് കൊടുത്തു. ആദാമിന് കൊടുത്ത അതോറിറ്റിയും പവറും തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വായിൽ നിന്ന് വാക്ക് വീണു. അപ്പോൾ പാപം ചെയ്ത ഉടൻ സംഭവിച്ച വിഷയം, ആദാമും ഹവ്വായും ഈ അധികാരം, ഈ ഡീഡ്, അവർക്ക് ഈ ഭൂമിമേലും ചരാചരങ്ങളുടെ മേലുമുള്ള അധികാരം, ഡൊമീനിയൻ, അതോറിറ്റി ആൻഡ് പവർ, അവര് അത് സൈൻ ചെയ്ത്, ആദമും ഹവ്വയും കൂടെ സൈൻ ചെയ്ത് അത് പിശാചിനങ്ങ് കൊടുത്തു. പിശാചിന് അതങ്ങ് കൊടുത്തു. ഇനി പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ദൈവത്തിന് അത് പിടിച്ചു വാങ്ങിച്ചാ പോരായിരുന്നു? എന്നിട്ട് ആദാമിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചാ പോരായിരുന്നു? പറ്റുകയില്ല. കാരണം ഇത് പൂർണ്ണ അധികാരം കൊടുത്ത, പൂർണ്ണ അധികാരവും പവറും കൊടുത്ത ആദാമാണ് ഇത് കൊടുത്തത്. ഇനിയും അത് ആദാം തന്നെ വാങ്ങിയെങ്കിലേ ഒക്കത്തുള്ളൂ. അത് പിശാചിനറിയാം. കാരണം അധികാരവും പവറും ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നാ വാങ്ങിയത്. ദൈവം അധികാരവും പവറും ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന ആദാമിന്റെ കയ്യിൽ നിന്നാ പിശാച് ഇത് വാങ്ങിയത്. അപ്പോൾ പിശാചിനറിയാം ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുകയില്ലെന്ന്. അപ്പോൾ ദൈവം വന്ന് പിശാചിനോട് പറയാം, അധികാരികൾ വന്നേര്, നിന്നെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പിശാച് ഉടനെ മറുപടി പറയും. ദൈവത്തിന്റെ സത്യസന്ധത അവിടെ ചോദ്യം ചെയ്യും. പിശാച് പറയാം, അല്ലയോ ദൈവമേ, നീ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. നീ അധികാരവും പവറും കൊടുത്ത അവര് തന്നെ അത് എഴുതി എനിക്കിങ്ങ് തന്നു. അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് അധികാരവും പവറും ഉണ്ടല്ലോ, അവരെഴുതി സൈൻ ചെയ്ത് തന്നതാ. അപ്പൊ നീ എന്നെ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ നശിപ്പിക്കുന്നതിന് മുമ്പ് വേറൊരാളെ നശിപ്പിക്കണം. അതാരെയാ? ആദാമിനെ ഹവ്വയെ നശിപ്പിച്ചല്ലേ ഒക്കത്തുള്ളപ്പോ. ദൈവം ആദമിനെ ഹവ്വയെ നശിപ്പിക്കാത്തതിന്റെ കാരണമല്ല, പിശാചിനെ തകർക്കാഞ്ഞതിന്റെ കാരണമല്ല. ആദാമിനും ഹവ്വയ്ക്കും മാത്രമേ ഈ അധികാരം ഇനി തിരിച്ചു പിടിക്കാൻ ഒക്കത്തുള്ളൂ. അവർ തന്നെ എഴുതി കൊടുത്തത്. ഇനി ഞാൻ മുൻപോട്ട് പോകട്ടെ. കാരണം ഭൂമിമേൽ അധികാരമുള്ള ഒരാള്
ഒരു വ്യക്തിക്ക് ഇനിയും പിശാചിന്റെ നിന്നും പിടിച്ച് വാങ്ങിക്കാനൊക്കെ ഭൂമിമേലും പൂജര ജന്തുക്കളുടെ മേലും അധികാരമുള്ള ഒരു വ്യക്തിക്ക് ഇത് തിരിച്ചു വാങ്ങാനൊക്കത്തുള്ളൂ. ഞാൻ ആലങ്കാരികമായിട്ട് പറയുകയാണ്, ആദമിനെ കൊണ്ട് ദൈവം നോക്കി. കുറച്ചുനാൾ കഴിഞ്ഞ് ആദാം മാനസാന്തരപ്പെട്ടു, പിന്നെയും ദൈവത്തെ അനുസരിച്ചൊക്കെ ജീവിച്ചു. പക്ഷെങ്കിൽ പലപ്പോഴും വീണ്ടും 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 ആദാം പാപത്തിലേക്ക് വീഴാൻ തുടങ്ങി. പൈശാചികൻ വീണ്ടും വഞ്ചിക്കുവാൻ തുടങ്ങി. ആദാം കള്ളം പറയുവാൻ തുടങ്ങി. വേദന വന്നപ്പോൾ, ശരീരത്തിന് വേദന വന്നപ്പോൾ ദൈവത്തെ പലപ്പോഴും മറക്കുവാൻ തുടങ്ങി. ഭൂമിയിൽ നിന്ന് അഹോവൃത്തി ഘടിക്കുവാൻ തൂമ്പയുമായി അധ്വാനിക്കുമ്പോൾ അവന്റെ മുഖതടവുകളിൽ കൂടി വിയർപ്പൊഴുകിയപ്പോൾ ആദാം തന്നെത്താൻ ശപിച്ചുപോയി അറിയാതെ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആദാം ഈ അധികാരം പിന്നെയും പിശാചിന്റെ കൈ കൊടുത്തു. ദൈവത്തിന് മനസ്സിലായി ആദാമിനെ കൊണ്ട് ഈ അധികാരപത്രം തിരിച്ചു വാങ്ങാൻ ഒക്കത്തില്ലെന്ന്. ദൈവം മുൻപോട്ട് നോക്കി. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. മുൻപോട്ട് നോക്കി ഭൂമിമേൽ അധികാരമുള്ള ആരുണ്ട്? ഭൂമിമേൽ അധികാരമുള്ള ഭൗമ ശരീരമുള്ള ഒരാൾ വേണം. ഭൗമ ശരീരമുള്ള ഭൂമിമേൽ അധികാരമുള്ള ഒരു വ്യക്തി വേണം ഇത് തിരിച്ചു പോകാൻ. അബ്രഹാം ഉണ്ടോ എന്ന് നോക്കി. അബ്രഹാമിന്റെ കാലം വന്നു. അബ്രഹാമിന്റെ കാലം വന്നപ്പോഴും അബ്രഹാം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി അധികാരപത്രം അബ്രഹാമും പലതവണ പിശാചിന്റെ കയ്യിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് മനസ്സിലായി അബ്രഹാമിനെ കൊണ്ട് നടക്കത്തില്ല. മോശയുടെ കാലം വന്നപ്പം ദൈവം നോക്കി ഈ അധികാരപത്രം ഭൗമ ശരീരമുള്ള ഭൂമിമേൽ അധികാരമുള്ള മോശയെ കൊണ്ട് തിരികെ വാങ്ങാൻ ഒക്കുമെന്ന്. അവിടെയും നടന്നില്ല. പലപ്പോഴും മോശയും ഈ അധികാരപത്രം സൈൻ ചെയ്ത് പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക്. മറ്റൊരാളെ ചെന്ന് തല്ലി അങ്ങ് കൊന്നു. ദാവീദുണ്ടോ എന്ന് നോക്കി. ദാവീദിൽ നോക്കി. ദാവീദിലും കണ്ടില്ല. ചുരുക്കം പറഞ്ഞാൽ ആരെക്കൊണ്ടും ദൈവം നോക്കിക്കഴിഞ്ഞപ്പോൾ മനുഷ്യനെ കൊണ്ട് ആരെക്കൊണ്ടും ഈ അധികാരപത്രം വാങ്ങാൻ ഒക്കത്തില്ല. ദൈവത്തിന് നേരിട്ട് വാങ്ങാൻ ഒക്കത്തില്ല. കാരണം എന്താണ് കാരണം? ഞാൻ പറഞ്ഞത് കാരണം ദൈവം ഈ അധികാരപത്രം ആരെ ഏൽപ്പിച്ചു? മനുഷ്യനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഈ മനുഷ്യൻ തന്നെ വേണം ഇത് തിരിച്ചെടുക്കാൻ. മനുഷ്യന് മാത്രമേ ഇത് തിരികെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യൻ അവന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഈ അധികാരപത്രം ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമുക്ക് മുൻപോട്ട് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. മൂന്നാം അധ്യായത്തിന്റെ 15-ാം വാക്യം. എന്നാ കേൾക്കത്തില്ലേ? കേൾക്കാമോ എന്നെ? ഓക്കെ. 3:15. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. 3:15 വായിച്ചേ. 15. ഞാൻ എനിക്ക് കേൾക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ അവൻ നിന്റെ തല തേർക്കും, നീ അവന്റെ കുതികാൽ തേർക്കും. പിശാചിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, ഞാൻ നിനക്കും സ്ത്രീക്കും നിനക്കും സ്ത്രീയുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിനെ പറ്റി ഉള്ള പ്രവചനം ആദ്യമായി കർത്താവ് അവിടെ പറയണം. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആദ്യമായിട്ട് പറയുകയാണ്, ആദ്യത്തെ പ്രവചനം പറയുകയാണ്. യേശുക്രിസ്തു
സ്ത്രീയുടെ സന്തതിയായി വന്ന്, സന്തതികൾ നല്ല സ്ത്രീയുടെ സന്തതിയായി വന്ന് യേശുക്രിസ്തു സർപ്പത്തിന്റെ തല, പിശാചിന്റെ തല തകർക്കുമെന്ന്. ഇന്നും നോക്കിയേ, ഇന്നും യേശുക്രിസ്തുവിന്റെ കാര്യം മാറ്റി വെച്ചാൽ പോലും മനുഷ്യന്റെ കാലം പാമ്പ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ പാമ്പിനെ കൊല്ലുവാൻ അടിക്കുന്ന തലയ്ക്കുമാണ്. പാമ്പിനോട് പറയുന്നുണ്ട്, സർപ്പത്തോട് പറയുന്നുണ്ട്, നീ സകല മൃഗജാതികളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്ത്രീയോടോ ആദമിനോടോ ഹവ്വയോടോ നിങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. അവർക്ക് ശാപത്തിന്റെ ചില ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവരെ ശപിച്ചില്ല. എന്നാൽ പിശാചിനെ, സാത്താനെ, പാമ്പിനെ ശപിച്ചതായിട്ടാണ് കാണുന്നത്. സകല മൃഗജാതികളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം, ഇവിടെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പീലാത്തോസ് അറിയാതെ പറയുകയാണ്. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. പീലാത്തോസ് ഇത് അറിയാതെ പറഞ്ഞതാണ് കേട്ടോ. ആ മനുഷ്യൻ ഇതാ. ഏത് മനുഷ്യനാണെന്നറിയാമോ? സ്ത്രീയുടെ സന്തതി, സർപ്പത്തിന്റെ തകർക്കുവാൻ വന്ന സ്ത്രീയുടെ സന്തതി, ആ മനുഷ്യൻ ഇതാ മുൾക്കിരീടവും ഏന്തി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. പീലാത്തോസ് അറിയാതെ പറഞ്ഞതാ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ചൊരു പ്രവചനം പറഞ്ഞത് ഇവനെ പറ്റിയാണ്. യേശു എന്തിനാ മനുഷ്യ ശരീരം എടുത്തതെന്നറിയാമോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിട്ട എന്തിനാണെന്നറിയാമോ? എന്റെ പ്രധാനമായ ലക്ഷ്യം മനുഷ്യ ശരീരത്തിൽ വന്നു എങ്കിൽ മാത്രമേ ഭൂമിയുടെ മേലും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളുടെ മേലും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ഇഴജാതികളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയുടെ മേലും അതോറിറ്റിയും പവറും ഉണ്ടാകുകയുള്ളൂ. ആമേൻ. എങ്കിൽ മാത്രമേ ആദാമിന് കൊടുത്ത അതേ അധികാരം, ഡൊമിനിയൻ കിട്ടത്തുള്ളൂ. ആ അധികാരവും പവറും തന്റെ മേൽ ഉണ്ട് എങ്കിൽ മാത്രമേ, ഒരു മനുഷ്യന്റെ മേലുണ്ട് എങ്കിൽ മാത്രമേ പിശാചിന്റെ കയ്യിൽ നിന്ന് ആദാമിനെ കൊണ്ട് നടക്കാതെ പോയ, അബ്രഹാമിനെ കൊണ്ട് നടക്കാതെ പോയ, മോശയെ കൊണ്ട് നടക്കാതെ പോയ, ദാവീദിനെ കൊണ്ട് നടക്കാതെ പോയ, മറ്റൊരു മനുഷ്യവർഗവും മനുഷ്യനായി പിറന്ന ഒരൊറ്റ വ്യക്തിയെ കൊണ്ടും നടക്കാതെ പോയ ഈ അധികാര കൈമാറ്റം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനാ യേശു മനുഷ്യ ശരീരമെടുത്തു. വാസ്തവത്തിൽ യേശു മനുഷ്യ ശരീരമെടുത്തത് ഈ അധികാരവും പവറും, ഭൂമിമേലും ഭൂമിയിലുള്ള സകലത്തിന്മേലുമുള്ള അധികാരവും പവറും തിരികെ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് കൊടുത്ത അധികാരവും പവറും മനുഷ്യ ശരീരത്തിൽ വന്നുവെങ്കിൽ മാത്രമേ തനിക്കുണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ പിശാചിനോട് ഈ അധികാരം തിരികെ അവന്റെ തല തകർത്തിട്ട് സ്ത്രീയുടെ സന്തതി തല തകർത്തും, തല തകർത്തിട്ട് അധികാരം തിരികെ വാങ്ങാൻ പറ്റുള്ളൂ. യേശുക്രിസ്തു ദൈവപുത്രനായിട്ട് മനുഷ്യ ശരീരം എടുക്കാതെ ദൈവമായിട്ട് ഇങ്ങ് വന്നു എന്ന് വിചാരിച്ചു. ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചു തന്നെ പിശാച് പറയും. ദൈവമായിട്ട് ഇങ്ങ് വന്നാൽ പറയും, ഈ അധികാരം എനിക്ക് ആദാം, ഫുൾ പവറും അതോറിറ്റിയുമുള്ള ആദാം അല്ലയോ പുത്രനെന്ന് എനിക്കറിയാം. യേശു
ദൈവപുത്രനാണെന്നറിയാം. നിനക്ക് പക്ഷെ മനുഷ്യ ശരീരമില്ല, നീ ദൈവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ദയവ് ചെയ്തൊരു കാര്യം പറയട്ടെ. നീ അധികാരവും പവറും കൊടുത്ത ആദാമും ഹവ്വായും അവര് പൂർണ്ണ സമ്മതത്തോടുകൂടി എനിക്ക് സൈൻ ചെയ്ത് എഴുതി തന്നിരിക്കുക. അതാണ് അവരുടെ സിഗ്നേച്ചർ നോക്കി. അതുകൊണ്ട് നീ എന്നെ കൊല്ലാനാ, എന്റെ തല തല്ലി തകർത്ത് ഈ അധികാരപത്രം വാങ്ങാനാ ഭാവമെങ്കിൽ ഞാൻ വിനീതമായിട്ടൊരു കാര്യം പറയട്ടെ. നീ മനുഷ്യവർഗത്തെ മുഴുവൻ, കാരണം അവരായത് എനിക്ക് തന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കാരണം അവരായത് എനിക്ക് തന്നത്. അപ്പോൾ യേശു മനുഷ്യ ശരീരമെടുത്ത് വരേണ്ടിയിരിക്കുന്നു. മനുഷ്യ ശരീരമെടുത്തു വന്നു എങ്കിൽ മാത്രമേ ഭൂമിമേലും ഭൂചരാചരങ്ങളുടെ മേലും അവന് ഡൊമീനിയനുള്ളൂ, അതോറിറ്റിയും പവറുമുള്ളൂ. അപ്പോ യേശു ഇങ്ങനെ അധികാരമുള്ളവനായിട്ട് ഭൗമ ശരീരത്തോടുകൂടി ബേത്ലഹേമിൽ ജനിച്ചു. സമയമായി പിശാച് അടുത്ത് വന്നു. നോക്കട്ടെ, ഈ പുള്ളിയുടെ കയ്യിൽ നിന്നും ആദാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുപോലെ, അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുപോലെ, മോശയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുപോലെ, ദാവീദിന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും ഒപ്പിട്ട് വാങ്ങിച്ചതുപോലെ ഇവന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ ഒക്കുമോ എന്ന് വിചാരിച്ച്, ഞാൻ കഥയായിട്ട് പറയാം, നമുക്കിതറിയാം, വിഷയമറിയാം. വാങ്ങാൻ ഒക്കുമോ എന്ന് വിചാരിച്ച് യേശുവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനല്ല, ഈ കല്ല് അപ്പമായി തീരാൻ അങ്ങോട്ട് കൽപ്പിക്കുക. എന്നിട്ട് അപ്പം തിന്നു. യേശു അതിന് വഴങ്ങിയില്ല. പിശാചിന്റെ വാക്ക് വിശ്വസിക്കാൻ യേശു തയ്യാറായില്ല. യേശു അധികാരം സൈൻ ചെയ്ത് പിശാചിന്റെ കൊടുത്തില്ല. പിശാച് വീണ്ടും ശ്രമിച്ചു. നീ ഈ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടിയാൽ ദൂതന്മാര് നിന്നെ താങ്ങുമെന്ന് വസ്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിശാചിന്റെ വാക്കും അവിടെയും യേശു തയ്യാറായില്ല. മനുഷ്യ ശരീരത്തിൽ വന്ന് അധികാരവും പവറും ഏറ്റുവാങ്ങിയവനായി മനുഷ്യ ശരീരത്തിൽ ജനിച്ച യേശു അധികാരവും പവറും പിശാചിന്റെ മുൻപിൽ അടിയറവയ്ക്കുവാൻ തയ്യാറായില്ല. പിശാച് വന്നു. നീ എന്റെ മുൻപിൽ, ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊന്ന് വായിക്കാം, 4-ാം അധ്യായത്തിന്റെ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. പിശാച് യേശുവിനോട് പറയുക, ഇതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എവിടെ വെച്ച് ഏൽപ്പിച്ചതാണെന്നറിയാമോ? ആരേൽപ്പിച്ചതാണെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം സൈൻ ചെയ്ത് കൊടുത്ത പേപ്പറായി കാണിക്കുന്ന ആ ഡീഡാ കാണിക്കുന്നത്. ആദാം സൈൻ ചെയ്ത് കൊടുത്ത ഡീഡാ കാണിക്കുന്നത്. കാണിച്ചിട്ട് പറയാ, കണ്ടോ, ഇത് യേശുവിനെ കാണിച്ചിട്ട് പറയാ, കണ്ടോ, ഇതെല്ലാം സൈൻ ചെയ്ത് അവരെന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നീ ഗുലുമാലിനൊന്നും പോകണ്ട, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ ഞാനിത് മുഴുവൻ ഈ ഡീഡ് ഞാൻ തിരിച്ചങ്ങ് തന്നേക്കാം. സംഗതി എളുപ്പമാകും. പിശാചിനെ നമസ്കരിക്കണമെന്ന് നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യാവൂ. യേശുക്രിസ്തു അവിടെയും സൈൻ ചെയ്യുവാൻ തയ്യാറായില്ല. അതോറിറ്റിയും പവറും പിശാചിന് കൊടുക്കുവാൻ തയ്യാറായില്ല. പിശാചിന് കൊടുക്കുവാൻ യേശു തയ്യാറായില്ല. പിന്നെയും പല ചെറിയ പരീക്ഷണങ്ങളോടുകൂടി പിശാച് അവനെ തൽക്കാലത്തേക്ക് വിട്ടുമാറി എന്ന് എഴുതിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ, ആദാമിന് കഴിയാഞ്ഞത്, അബ്രഹാമിന് കഴിയാഞ്ഞത്, മോശയ്ക്ക് കഴിയാഞ്ഞത്,
ദാനിയേലിന് കഴിയാഞ്ഞത്, ദാവീദിന് കഴിയാഞ്ഞത്, യെശയ്യാവിന് കഴിയാഞ്ഞത്, യിരെമ്യാവിന് കഴിയാഞ്ഞത്, ആ മനുഷ്യരായി ജനിച്ച ആർക്കും കഴിയാഞ്ഞത്. യേശു ഭൗമ ശരീരത്തിൽ ജനിച്ച് അതുകൊണ്ട് തന്നെ അതോറിറ്റിയും പവറും എന്ന് പറഞ്ഞാൽ ഡൊമീനിയൻ, ആദാമിന് കൊടുത്ത ഡൊമീനിയൻ സ്വയമായി ഏറ്റുവാങ്ങി. മനുഷ്യനായി ജനിച്ചെങ്കിലേ അത് കിട്ടത്തുള്ളൂ. ഏറ്റുവാങ്ങി അത് ഒരു നേരത്തേക്ക് പോലും, ഒരു നിമിഷം പോലും പിശാചിന്റെ മുൻപിൽ അടിയറവ് വയ്ക്കാതെ, പിശാചിന് അത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ സ്ത്രീയുടെ സന്തതി കാൽവറി ക്രൂശിൽ കയറി പൈശാചികന്റെ തല തകർത്തു. ദൂതന്മാര് വന്ന് അടിയേറ്റ് തല പൊട്ടിത്തകർന്നവനായ പിശാചിന്റെ ഒരു കയ്യിൽ നിന്നൊരു ചങ്ങല കാലയിലോട്ടിട്ടു, മറ്റേ കയ്യിൽ നിന്നൊരു ചങ്ങല മറ്റേ കാലയിലോട്ട് ബലമായിട്ട് പിടിച്ചങ്ങിട്ടു. ദൂതന്മാരെല്ലാം കൂടെ മീഖായേലിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ചങ്ങ് കൂടി തല തല്ലി തകർത്തു. പോക്കറ്റിലേക്ക് മീഖായേല് കരങ്ങളിട്ട് അധികാരം ബലമായിട്ട്, ആദാം കൊടുത്ത അധികാരം ബലമായിട്ട് ഇങ്ങെടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞതാ. കർത്താവ് പറഞ്ഞ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണമാത്. യേശുവിനെ പറ്റി പറഞ്ഞതാ. ഇവിടെ ഇതാ കാൽവറി ക്രൂശിൽ ഒരുവൻ നിസ്സഹായനായി, ലോകത്തിന്റെ കണ്ണിൽ നിസ്സഹായനായി മരിച്ചു കിടക്കുക. അവന്റെ കഴുത്ത് ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. അവന്റെ തലയിൽ ആദാമിന് കൊടുത്ത ശാപം പേറിക്കൊണ്ട മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട് അവന്റെ തല താഴ്ത്തി അവൻ ആത്മാവിനെ വിട്ടു. അവന്റെ തലയിൽ നിന്നും മുഖത്തു നിന്നും ചോര താഴേക്ക് ഒഴുകി. അവന്റെ രണ്ട് കരത്തിൽ നിന്നും ചോര താഴേക്ക് ധാരാളമായി ഒഴുകി. അവന്റെ മാറിൽ നിന്നും കാലിൽ നിന്നും ചോര താഴേക്ക് ഒഴുകി. അവനിതാ ലോകത്തിന്റെ മുൻപിൽ ഒരു കള്ളനെ പോലെ നിസ്സഹായനായി, ലോക സൈന്യത്തിന്റെ മുൻപിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ പോലെ അവനിവിടെ കിടക്കുക. പക്ഷെ ആത്മമണ്ഡലത്തിലേക്ക് കണ്ണോടിച്ച് ചെല്ലുന്നവർക്കൊരു കാഴ്ച കാണാം. പൈശാചികൻ ഉറക്ക നിലവിളിക്കുന്ന കാഴ്ച കാണാം. അവന്റെ തലയ്ക്ക് മാരകമായ മുറിവേറ്റു. അവന്റെ തലയ്ക്ക് മാരകമായ മുറിവേറ്റു. മീഖായേലും സൈന്യവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരെ പിടിച്ചു. ഇവരെ കൈയും കാലും ചങ്ങലയ്ക്ക്, ഒരു കാലും കൂടെ ചങ്ങലക്കിട്ട് പൂട്ടി, മറ്റേ കൈയും മറ്റേ കാലും കൂടെ ചങ്ങലക്കിട്ട് പൂട്ടി ബലമായി പോക്കറ്റിൽ നിന്ന് അധികാരപത്രം ഇങ്ങെടുത്തു. ചെകിട്ടത്തൊരടിയും കൊടുത്തു. പിശാച് സൈന്യവും നിലവിളിക്കുക. അവര് മുട്ടുകുത്തി നിൽക്കുക കുരിശിന്റെ മുൻപിൽ അവരിപ്പം മുട്ടുകുത്തി നിൽക്കുക. കാലും കൈയും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. സ്വർഗീയ സൈന്യം മുഴുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത്, യേശു മനുഷ്യ ശരീരം എടുത്തതിന്റെ കാരണം ആദാമിനും ഹവ്വായിക്കും ദൈവം കൊടുത്ത അതോറിറ്റിയും പവറും ആ ഭൗമ ശരീരത്തിലുള്ളവനായി ജനിച്ചു എങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അത് ഉണ്ട് എങ്കിൽ മാത്രമേ പൈശാചികന്റെ കയ്യിൽ നിന്ന് ഈ അധികാരപത്രം തിരിച്ചു വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതിനാ യേശു മനുഷ്യ ശരീരമെടുത്തത്. നമ്മോട് തത്തുല്യനായി തീർന്നത് അതിനാ. നമ്മളോട് ഓരോരുത്തരോടും തത്തുല്യനായി, നമുക്ക് സമസ്വഭാവമുള്ളവനായി തീർന്നത് അതിനുവേണ്ടിയാ. ഈ അധികാരപത്രം വാങ്ങാനാ. ഈ അധികാരപത്രം വാങ്ങിച്ച് എന്ത് ചെയ്യാനാണെന്നറിയാമോ? ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട്. യേശു അവരോട്,
യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം കൂടെ ഒന്ന് എടുത്തു വെക്കണേ. ഇവിടെ എഴുതിയിരിക്കുന്നു, അത് കഴിഞ്ഞ് യേശു ഈ ക്രൂശിൽ നിന്നും അവനെ അടക്കി. അവൻ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്കും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രത്യക്ഷനായി 40 ദിവസം അവരോടൊപ്പം ഈ യേശു നടന്നു. ഇപ്പോ ശരീരമില്ല, ആത്മരൂപത്തിലാണ്. യേശു അവരോടൊപ്പം നടന്നു. 40-ാം നാൾ അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ഇനിയും അവൻ വരും. അവൻ മധ്യാകാശത്ത് സഭയെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭൂമിയിൽ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് തൊട്ടു മുമ്പ് അവൻ ഇപ്രകാരം ശിഷ്യന്മാരോടും അപ്പസ്തോലന്മാരോടും അല്ലെങ്കിൽ നമ്മളോടും പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആരോ കൊടുത്തതുപോലെ അല്ലേ? പിശാച് കുറച്ചു മുമ്പ് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാ മതി, ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. ഇതെല്ലാം, ഈ അധികാരം മുഴുവൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരാണ്ട് കൊടുത്തതാ. ആദാമും ഹവ്വയും സൈൻ ചെയ്ത് കൊടുത്തതാ. ഇതെല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക എന്ന് പിശാച് പറഞ്ഞു. കർത്താവ് അത് ബലമായി ഇങ്ങ് വാങ്ങിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് അതിങ്ങ് വാങ്ങിച്ചു. ദൈവം അത് ഇങ്ങ് വാങ്ങിച്ചിട്ട് യേശുവിന്റെ കൈ കൊടുത്തു. കാരണം ഇപ്പോൾ യേശുവല്ലേ മനുഷ്യ ശരീരത്തിൽ വന്നത്. അധികാരവും പവറും, ദൈവം കൊടുത്ത അധികാരവും പവറും മനുഷ്യ ശരീരത്തിലുള്ളവർക്കല്ലേ ഉള്ളൂ. അപ്പൊ ആ അധികാരവും പവറും യേശു മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എടുത്തത് കൊണ്ട് ദൈവം അത് വാങ്ങിച്ച് പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് യേശുവിന്റെ കയ്യിൽ കൊടുത്തു. എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അതുകൊണ്ട് യേശു പറഞ്ഞു, എന്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ എഴുതിയിരിക്കുന്നു? നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അധികാരം മാത്രമേ ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ യേശു പറയുക, ഇപ്പൊ സ്വർഗത്തിലുമുള്ള അധികാരം എന്റെ കയ്യിൽ, സ്വർഗത്തിലും, ഭൂമി മാത്രമല്ല സ്വർഗത്തിലുമുള്ള അധികാരം മുഴുവൻ എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. ആകയാൽ, അതുകൊണ്ട് അങ്ങനെ എന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ പ്രമാണിച്ചും കൊണ്ട് സർവ്വജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സകല അധികാരവും, അല്ലെങ്കിൽ ആദാം എഴുതി കൊടുത്ത് സൈൻ ചെയ്ത് പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സകല അധികാരവും ദൈവപുത്രൻ മനുഷ്യ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് യേശുവിന്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരം പ്ലസ് സ്വർഗത്തിലുമുള്ള അധികാരം കർത്താവ് എടുത്ത് സൈൻ ചെയ്ത്, കർത്താവിന്റെ വാക്കാണ്, കർത്താവ് എടുത്ത് സൈൻ ചെയ്ത് എന്റെയും നിങ്ങളുടെയും കയ്യിലോട്ട് നൽകിയിരിക്കുന്നു എന്നതിനർത്ഥം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്ന് ചേർന്നൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ പറയാമോ? ആ അധികാരവും പവറും ഭൂമി മാത്രമല്ല സ്വർഗത്തിലുമുള്ള അധികാരവും പവറും ഇപ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. ഏതധികാരമെന്നറിയാമോ? ഈ അധികാരം പണ്ട് 1-ാം അധ്യായത്തിൽ ആദാമിന് കൊടുത്ത
ആ അധികാരം എന്താണ്? ആ അധികാരം ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ അധികാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ഈ അധികാരം ദൈവം തിരികെ തന്നു. ഭൂമി ഇന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല കേട്ടോ, അത് വേറൊരു വിഷയമാണ്. ഭൂമിയുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടന്നു. ദൈവം ഈ അധികാരം നമുക്ക് തന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ അധികാരത്തോടുകൂടി ഒന്ന് കൽപ്പിച്ച് പ്രകൃതി ശക്തികളുടെ മേൽ, രോഗത്തിനെതിരെ നിന്നുകൊണ്ട്, പൈശാചികനെതിരെ നിന്നുകൊണ്ട് ഈ അധികാരം നമ്മുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് അധികാരമായിട്ടൊന്ന് കൽപ്പിക്കാനാ പറഞ്ഞത്. നിങ്ങൾ കൽപ്പിച്ചാൽ, ഈ ഭൂമിയിൽ നിങ്ങൾ കൽപ്പിച്ചാൽ അത് സ്വർഗത്തിൽ അവിടെ നടന്നിരിക്കുന്നത്. ഭൂമിയിൽ നിങ്ങളൊരു വിഷയം ഇവിടെ കൽപ്പിച്ചാൽ, നിങ്ങളൊരു വിഷയത്തിന് തീർപ്പ് കൽപ്പിച്ചാൽ, വിശ്വാസികളോട് പറയുക, ഭൂമിയിൽ ഞാനും നിങ്ങൾ ഒരു വിഷയത്തിന് തീർപ്പ് കൽപ്പിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ സ്വർഗത്തിൽ അത് നടന്നിരിക്കും. സ്വർഗത്തിൽ അത് നടന്നിരിക്കും. മത്തായിയുടെ സുവിശേഷം 10:7-8 വാക്യങ്ങൾ വായിക്കും. ഞാൻ വേറെ നിർത്തുകയാണ്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവേൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവേൻ, ഭൂതങ്ങളെ പുറത്താക്കുവേൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും മതി. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളോടാ പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിപ്പീൻ. 2 പറയുകയാണ്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവേൻ എന്നാണോ പറയുന്നത്, അതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറയുന്നത്? അല്ല, സൗഖ്യമാക്കുവേൻ എന്നാ പറയുന്നത്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവേൻ. വിശ്വസിക്കാൻ പറ്റുമോ നമുക്കിത്? നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും അല്ല അവിടെ പറയുന്നത്, രോഗികളെ സൗഖ്യമാക്കുവേൻ. വിശ്വസിച്ച് ആരേറ്റെടുക്കുന്നുണ്ട്? അടുത്തത്, നിങ്ങൾ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവേൻ. അടുത്തത്, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിപ്പീൻ. അടുത്തത്, ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കുവേൻ. പോയിരുന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത് അവിടെ. നിങ്ങളെ രോഗികളെ സൗഖ്യമാക്കുവിൻ. അധികാരവും പവറും നിങ്ങളുടെ കയ്യിൽ എഴുതി സൈൻ ചെയ്ത് കർത്താവ് തന്നിരിക്കുക. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് പിന്നെ അവന് അതിന് ഭേദമില്ല, അവന് തിരുത്തത്തില്ല. പിന്നെ അവൻ പറയുകയാണ്, നിങ്ങൾ രോഗിയെ സൗഖ്യമാക്കാൻ പ്രഖ്യാപിക്കാൻ പറയുക. നിങ്ങൾ രോഗിയെ സൗഖ്യമാക്കുക. നമ്മൾ പലപ്പോഴും പറയുന്നത്, രോഗിയെ കാണുമ്പോൾ കർത്താവിനാണോ, കർത്താവ് നീ സൗഖ്യമാക്കണമെന്ന്. കർത്താവ് എന്തായാലും അവിടെ നിന്ന് പറയും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പറഞ്ഞു, നീ സൗഖ്യമാക്കുക. അധികാരവും പവറും നിന്റെ കയ്യിലിരിക്കുകയാണ്. രോഗികളെ സൗഖ്യമാക്കുവേൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. എന്താണ് സൗജന്യമായി ലഭിച്ചത്? അവിടെ യേശു ഇപ്പം പറയുകയാണ്, 1-ാമത്തെ വാക്യത്തെ 10:1. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലരുടെ ദീനവും വ്യാധിയും പുറപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ അധികാരമാണ് സൗജന്യമായി ലഭിച്ചെന്ന് പറഞ്ഞത്. അധികാരം കൊടുത്തിട്ട് പറയാ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. സൗജന്യമായി കൊടുക്കും. നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടൊന്നും അല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, നമ്മുടെ സൽപ്രവൃത്തികളുടെ കൂടുതൽ കൊണ്ടല്ല, നമ്മൾ ആരും നല്ലവരായതുകൊണ്ടല്ല ഇത് കിട്ടിയത്. അവൻ മനുഷ്യ രൂപത്തിൽ ഇറങ്ങി വന്ന് ഈ അധികാരവും പവറും എടുക്കുവാൻ വേണ്ടി അവന് മനുഷ്യ ശരീരം ആവശ്യമാണ്. അതിനുവേണ്ടി അവൻ ഇറങ്ങി വന്ന് മനുഷ്യ ശരീരത്തിൽ ഇറങ്ങി വന്ന് അധികാരവും പവറും ഉള്ളവനായിട്ട് പൈശാചികന്റെ നേരെ തലയുയർത്തി നിന്നുകൊണ്ട് സമയമായപ്പോൾ പൈശാചികന്റെ തലക്കടിച്ച് അവന്റെ തല തകർത്ത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത് ഈ അധികാരവും പവറും വാങ്ങി അത് സൈൻ ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ട് പറയുക, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, നിങ്ങളാരും ഒന്നും ചെയ്തിട്ടല്ല, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ഇനിയും പോയി ഭൂതങ്ങളെ പുറത്താക്കിക്കൂ, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കിക്കൂ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടുന്നുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകല ജാതികളെ എല്ലാവരെയും സ്നാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, തന്ന വചനത്തിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സമയം കൂടുതലെടുത്ത്, കാരണം ഈ വിഷയം ഒന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്നത് നാളെയും ഇത് തന്നെ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും പ്രാർത്ഥനയോടെ 1, 2, 3, 4 അധ്യായങ്ങൾ, അത്രയും പോകാൻ ഒക്കത്തില്ല എങ്കിൽ തന്നെ 1, 2, 3, 4 അധ്യായങ്ങൾ ഉൽപ്പത്തി വായിക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബ്രദറെ, എനിക്ക് ബ്രദറിന്റെ നമ്പർ ഒന്ന് തരാമോ? എന്റെ പേര് ഞാൻ ഏലിക്കുട്ടിയുടെ ആലസിന്ന് വിളിക്കുന്നത്. എന്റെ നമ്പർ 832 ഓക്കെ 7116. 71. ഞാൻ ഇച്ചിരി ഹാൻഡിക്യാപ്പാണ്, ഇച്ചിരി സ്ലോ ചെയ്ത് പറഞ്ഞേ. ആന്റിയുടെ നമ്പർ പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വിളിക്കാം. 716 ഓക്കെ 1575. എന്റെ പേര് ഏലിക്കുട്ടി എന്നാണ്. ഞാൻ ഇർവിങ്ങിൽ നിന്നാണ് വിളിക്കുന്നത്. 9724249010. ഓക്കെ. ശരി, എന്നാൽ ഗുഡ് നൈറ്റ്. ആന്റി വിളിക്കാം, സൗകര്യം പോലെ വിളിക്കാം. ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത സമയത്ത് വിളിക്കുന്നതായിരിക്കും ബ്രദറെ. ഞാൻ മിക്കവാറും വീട്ടിൽ കാണുന്നു. ഞാനൊരു ഹാൻഡിക്യാപ്പ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയല്ല. ബ്രദറിന്റെ സമയം നോക്കി ഞാൻ വിളിക്കാം. ബ്രദറിന്റെ സമയം എപ്പോഴാന്ന് പറഞ്ഞാൽ. നാളെ കഴിഞ്ഞ് വിളിച്ചു. ഏത് സമയത്താ? ഈ പ്രാർത്ഥന കഴിഞ്ഞോ? അല്ല, ഏത് സമയത്ത് വേണം വിളിച്ചു. നാളെ കഴിഞ്ഞ് വിളിച്ചു. ഓക്കെ ബ്രദറെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. God bless you. Good night. Thank you, brother. Okay, bye-bye.
ഉം.